ചെമ്മനീർ പോലെ നാളത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. സച്ചിയാണെന്നുണ്ടെങ്കിൽ പോയി ഡോക്ടറെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ചന്ദ്രമതി ആകെ അവശയായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഫുഡ് പോയ്സൺ വന്നതാണ്, പുറത്തുനിന്ന് എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആഹാരത്തിൽ നിന്ന് വന്നതാണ്, ടാബ്ലറ്റുകളും കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്തിട്ട് ഡോക്ടർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രേവതി വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ സച്ചി എടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, എന്താ ഡോക്ടർ വന്നിട്ട് പോകുന്നത്? അത് അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറയണം. രേവതിയാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ചിട്ട് നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. എന്താ പറ്റിയത് അമ്മയ്ക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രവിയേട്ടൻ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ, നമ്മൾ കഴിച്ച ആഹാരം തന്നെയല്ലേ അമ്മയും കഴിച്ചത്, നമുക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ, പിന്നെ അമ്മയ്ക്ക് എന്താ ഇങ്ങനെ പ്രശ്നം വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ രേവതി ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛാ അത് പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ജ്യൂസ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അമ്മ എടുത്ത് കുടിച്ചു. ആ, ഇവള് ജ്യൂസ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനെടുത്ത് കുടിക്കുകയും ചെയ്തല്ലോ എന്നിങ്ങനെ ചന്ദ്രമതിയും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ജ്യൂസ് കുടിച്ചാൽ എന്താ, ഇപ്പോൾ ജ്യൂസ് നല്ലതല്ലേ കുടിക്കുന്നത്? അല്ല അച്ഛാ, ആ ജ്യൂസിനകത്താണെന്നുണ്ടെങ്കിലേ ഞാൻ മരുന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, എന്നെ കൊല്ലാൻ വേണ്ടി ഇവള് വിഷം കലക്കി വെച്ചതാ രവിയേട്ട അതിനകത്ത്, അയ്യോ ഞാൻ ചത്തുപോകുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി അതൊക്കെ കേട്ടിട്ട് ആകെ വെപ്രാളപ്പെട്ട് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ അങ്ങനൊന്നും ഇല്ല അമ്മേ, ആ മരുന്നാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് പിന്നെ ഞാൻ സച്ചിയേട്ടൻ്റെ കുടി നിർത്താൻ വേണ്ടിയിട്ടേ ഒരു ചേച്ചി പറഞ്ഞു തന്ന മരുന്നാണ്, അപ്പോൾ ആ മരുന്നാണ് ഞാൻ അതിനകത്ത് കലക്കി വെച്ചിരുന്നത്, അതാ അമ്മ എടുത്ത് കുടിച്ചതെന്ന് പറയുക കേട്ടോ. അയ്യോ, അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പിന്നെയും പറയുന്നുണ്ട്, ഇല്ല ഇവള് മനഃപൂർവ്വം അതിനകത്ത് മരുന്ന് കലക്കി വെച്ചത് എന്നെ കൊല്ലാൻ വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ബുദ്ധിയില്ലേ, ഇനി എന്ത് മരുന്ന് കലക്കി വെച്ചെന്ന് പറഞ്ഞാലും സച്ചി കുടി നിർത്താനൊന്നും പോകുന്നില്ല, ആ മരുന്നിനകത്ത് മദ്യം ഒഴിച്ച് കുടിക്കുന്നവനാ ഇവൻ, പിന്നല്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും കൂടി നമ്മുടെ രേവതിനെ അങ്ങ് ആകെ വഴക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മളുടെ രവിയേട്ടൻ പറയുന്നുണ്ട്, ആ മതി മതി, ഇനി ആരും രേവതിനെ വഴക്കൊന്നും പറയാൻ നിൽക്കണ്ട, അവളൊരു നല്ല കാര്യം ഉദ്ദേശിച്ചല്ലേ ചെയ്തത്, ഇവൻ ഇങ്ങനെ കുടിക്കുന്ന കാരണമല്ലേ അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്, ഇവൻ കുടിക്കുന്ന കാരണം രേവതിയല്ലേ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നത്, അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്, അതുകൊണ്ട് അവളെ ചെയ്തതിനെ ആരും വഴക്കൊന്നും പറയണ്ട, അവൾ നല്ല കാര്യം തന്നെയാണ് ചെയ്തത്, ആരോടും ചോദിക്കാതെ എന്തിനാ നീ ആ ജ്യൂസ് എടുത്ത് കുടിക്കാൻ പോയത് ചന്ദ്രമതി എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആകെ സച്ചിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി സങ്കടപ്പെട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ രേവതി സച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട് നിൽക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്നെ കുടിയനാക്കിയല്ലേ, അതുകൊണ്ടല്ലേ നീ ഈ മരുന്നൊക്കെ കലക്കി എനിക്ക് തരാനായിട്ട് നോക്കിയത്, ഞാൻ എത്ര തവണ നിങ്ങളോടൊക്കെ പറഞ്ഞത് ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണെന്നൊക്കെ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഏതാ സത്യം ഏതാ തെറ്റെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് സച്ചിയേട്ടാ ഞാൻ, നിങ്ങൾ കാരണം ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായതും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതും അമ്മയ്ക്ക് വയ്യാതായതും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സച്ചിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അതിന് നമ്മുടെ സച്ചി ആണെന്നുണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്, കാറ് വിട്ട് കിട്ടുന്നത് ചോദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് പോലീസുകാരോട്, സർ എൻ്റെ കാറ് വിട്ട് തരണം, എനിക്ക് അതല്ലാതെ വേറെ മാർഗ്ഗമില്ല, എനിക്ക് വേറെ ജോലിയൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൊക്കെ സച്ചിനെ കളിയാക്കുന്നുണ്ട് കേട്ടോ, നീ ഈ മൂക്കുമുട്ട കുടിച്ച് കാറ് ഓടിച്ചിട്ടല്ലേ വണ്ടി പോലീസ് പിടിച്ചുകൊണ്ട് വെച്ചത്, എന്നിട്ട് നിനക്കിനി കാറ് തിരിച്ചു തരണോ അല്ലേ എന്നൊക്കെ പറയണം. എന്തായാലും ഇൻസ്പെക്ടർ വരും, അവരോടൊന്ന് സംസാരിക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇൻസ്പെക്ടർ വരുമ്പോൾ സച്ചി സംസാരിക്കുമ്പോഴും ഇൻസ്പെക്ടർ സമ്മതിക്കുന്നില്ല കേട്ടോ. നീ മൂക്കുമുട്ട കുടിച്ച് വണ്ടി ഓടിച്ചിട്ടല്ലേ ഞങ്ങൾ വണ്ടി പിടിച്ചു വെച്ചത്, പിന്നെ നീ എന്തിനാ വന്നപ്പോൾ കാറ് ചോദിക്കുന്നത്, കാറൊന്നും തരാൻ പറ്റത്തില്ല, നാട്ടുകാരെല്ലാം പറയുന്നത് നിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെന്നാണ്. അയ്യോ സർ, അങ്ങനൊന്നും ചെയ്യരുത്, എനിക്ക് ഈ ജോലി അല്ലാതെ വേറെ ഒരു ജോലിയും അറിയത്തില്ല ചെയ്യാനായിട്ട്, ഇതൊക്കെ നീ നേരത്തെ ആലോചിക്കണമായിരുന്നു, നീ എന്തായാലും ഇനി വണ്ടി കോടതിയിൽ പോയി അങ്ങ് മേടിച്ചാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ വരാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയും ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കുക. താങ്ക്